അപ്പോൾ ഇന്ന് നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ? അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ പുറത്തേക്കൊന്ന് ഇറങ്ങാനൊക്കെ ഒന്ന് തോന്നുന്നേ. ഇന്നാണ് സമയം കിട്ടിയതും. അപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ പോയിട്ട് റെഡിയാവാമെന്ന് വിചാരിച്ചു. മടിയാണ്, എന്നാലും ശരി, വാ നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഏകദേശം ഒരു 6:30 ആയപ്പോഴാണ് ഞാൻ ഇറങ്ങുന്നത്. ഞാൻ താമസിക്കുന്നത് ഈ ഫ്ലാറ്റിൻ്റെ 11ാമത്തെ ഫ്ലോറിലാണ്. അവിടുന്ന് നേരെ ലിഫ്റ്റ് വഴി താഴേക്ക് പോകണം, ഗ്രൗണ്ട് ഫ്ലോർ. അങ്ങനെ ലിഫ്റ്റിൽ കയറിയതിന് ശേഷം എന്താ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ചുമ്മാ ഒരു നടത്തം എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ച് മനസ്സിലില്ല. ഇനി എങ്ങാനും വഴിയിൽ വെച്ച് ഒരു മലയാളിയെങ്കിലും പരിചയപ്പെടാൻ പറ്റിയാലോ എന്ന് ഓർത്തിട്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞാൻ കുറച്ച് നേരമൊക്കെ നടന്ന് കുറേ ദൂരം നടന്നിട്ടും എൻ്റെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, വഴിയിൽ മലയാളികളെ പോയിട്ട് ഒരു മലയാളിയെ പോലും കണ്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറേ ദൂരം നടന്നു. ഒരു 7 മണിയൊക്കെ ആയി കാണും സമയം. കാരണം എൻ്റെ നടത്ത ആ ഒരു രീതിയിലാണ്. ഞാൻ റോഡിൽ കൂടെ നോക്കിയപ്പോൾ അധികം വണ്ടികളോ തിരക്കുകളോ ഒന്നുമില്ല. ഇത്രയും വലിയ സിറ്റിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വലിയ തിരക്കുകളൊന്നും ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് നടന്നു. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നടന്നെന്ന് തോന്നുന്നു. നടന്നു അത്രയോ നടന്നു. അങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് പോയത് കണ്ടോ മെട്രോ ട്രെയിൻ പോകുന്നത്. കുറച്ച് നേരം എനിക്ക് അതിശയം തോന്നിയെങ്കിലും ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കുമ്പോൾ വഴിയിൽ വേറെ ആരും ഈ സാധനത്തിന് നോക്കുന്നില്ല. ഞാൻ മാത്രമാണ് ആദ്യമായിട്ട് കണ്ട രീതിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. പിന്നെ നോക്കുമ്പോൾ തലങ്ങും വിലങ്ങും മൊത്തം ഈ സാധനം പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മടുത്തു. അങ്ങനെ നടത്തം മതിയാക്കി റൂമിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് തിരിച്ച് നടക്കുക കേട്ടോ. അങ്ങനെ ഞാനിതാ ഫ്ലാറ്റിൽ ലിഫ്റ്റിൽ കയറി നേരെ റൂമിലേക്ക് ചെന്നു. ഞാൻ എൻ്റെ റൂമിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാവേ. കണ്ടോ, ഇതെൻ്റെ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന വ്യൂ ആണ്. ഈ സീറ്റ് ഫുള്ള് ലൈറ്റിൽ കാണാൻ നല്ല രസമുണ്ടല്ലേ. എന്തായാലും കൊള്ളാം.